ഹായ്, വെൽക്കം ടു മൈ ചാനൽ കലവറ. നമ്മളിന്ന് വീട്ടിൽ സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഒരു ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിക്കന് നന്നായിട്ട് തന്നെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ മൂടുന്ന തരത്തിൽ വെള്ളം ഒഴിക്കുക കേട്ടോ. അതിങ്ങനെ മുങ്ങി നിൽക്കണം കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് ഒരു ലേശം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ ഉപ്പ് ചേർക്കുക കേട്ടോ. ഇത് ലെമൺ സാൾട്ട് ഉള്ള ഉപ്പാണ് ശരിക്കും ചേർക്കൽ. വീട്ടിൽ തന്നെ ഉള്ളതായതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സാധാ ഉപ്പ് തന്നെ ചേർത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് റസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇത് ചുരുങ്ങിയത് 1 മണിക്കൂർ വെക്കണം കേട്ടോ. കൂടുതൽ നമുക്ക് എത്രയും വെക്കാം, 1 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എല്ലാം കഴുകി വെള്ളം വാരാൻ വെക്കുക കേട്ടോ. ഞാനൊരു ഹോളിലെ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് വെള്ളമൊക്കെ തോർന്ന് പോയിട്ട് അതിലേക്ക് ഒരു കോട്ടിങ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലവറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത്, ഇതാണ് ബേസിക് കൂട്ട്. പിന്നെ ഇതിലേക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേരുവകൾ ചേർക്കാം കേട്ടോ. ഇത്രയാണ് നിർബന്ധമുള്ളത്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡറും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെളുത്തുള്ളിൻ്റെ പൊടി കിട്ടുന്നത് ചേർത്തിട്ടുണ്ട്. അതേപോലെ ഓണിയൻ പൗഡർ ചേർക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു ലേശം ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കടയിൽ നിന്ന് കിട്ടണ പോലെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തൊലിയോട് കൂടിയുള്ള ചിക്കൻ മേടിക്കണം കേട്ടോ. നമുക്ക് ചില കടകളിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്തു തരും. ഇവിടെ നമ്മൾ ഉൾനാടായതുകൊണ്ട് അങ്ങനത്തെ കടകളൊന്നും ചിക്കൻ കടകളില്ല. അപ്പം ഞാൻ തൊലി കളഞ്ഞ ചിക്കൻ തന്നെ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ചിക്കന് ആ കൂട്ടിൽ നല്ലോണം മിക്സ് ചെയ്തങ്ങാണ്ട് നല്ലോണം എല്ലാ സൈഡും ഒരുപോലെ ആ പൊടിയുടെ മിക്സ് ആവണം കേട്ടോ. എന്നിട്ട് നമ്മളത് റസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് സമയം. അപ്പോൾ നിങ്ങൾക്ക് തൊലിയോട് കൂടിയുള്ള ചിക്കൻ കിട്ടുകയാണെങ്കിൽ പെർഫെക്റ്റ് നമ്മൾ വാങ്ങിക്കണ ബ്രോസ്റ്റ് പോലെ തന്നെ പുറം ഭാഗം ഉണ്ടാവും കേട്ടോ. അതേപോലെ കളറ് വേണമെങ്കിൽ മിക്സ് ചെയ്യുക. അപ്പോഴും നമുക്ക് ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു കളർ കിട്ടും. ഞാൻ നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. എന്നിട്ട് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വീണ്ടും അതേപോലെ ഒരു കൂട്ടുണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓട്സ് എടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വലിയ ഓട്സ് ആയതുകൊണ്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഓട്സ് ആണെങ്കിൽ നമ്മൾ സഫോളയൊക്കെ പോലത്തെ ഓട്സ് ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് കുറച്ച് അത്യാവശ്യം വലിയ ഓട്സാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ട് കോൺഫ്ലവറും മൈദയും മിക്സ് ആക്കിയതിലേക്ക് ഓട്സും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം തേച്ച് വെച്ച ചിക്കൻ കണ്ടില്ലേ, 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ആദ്യം കോട്ട് ചെയ്ത പൊടിയൊന്നും അതിൽ കാണാനില്ലല്ലോ, എല്ലാം അതിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു മുട്ടയുടെ വെള്ളയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ പൊടിയിലിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ. ഞാൻ മുട്ടയുടെ വെള്ളം ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് നമ്മൾ ചെയ്താൽ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ കോട്ടിങ് ചേർത്തിട്ട് അധിക സമയം വെക്കൊന്നും വേണ്ട. അതിങ്ങനെ കോട്ട് ചെയ്ത് നമുക്ക് അപ്പം തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഓയിൽ ചൂടാകാൻ വെച്ചിരുന്നു. അപ്പോൾ ഇത് കോട്ട് ചെയ്തത് എടുത്തുകൊണ്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ ഇട്ട് കുറച്ച് കഴിഞ്ഞേക്കിന് പിന്നെ നമ്മൾ ഇളക്കി തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം കേട്ടോ. കണ്ടോ, സാധനം റെഡിയായി വരുമ്പം നല്ല ചുമന്ന കളറായിട്ട് വരും കേട്ടോ. ഞാൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളാണ് ആക്കിയിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തൊലിയോട് കൂടിയുള്ള ചിക്കനാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ആയവർ ലൈക്ക് ചെയ്യണേ.